പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, സുഖം കിട്ടുമ്പോ സ്വന്തം ഭർത്താവിനെ മറക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മണ്ണാർക്കാടുള്ള ഏതെങ്കിലും പല ചെറുപ്പക്കാരെയും വഞ്ചിച്ച ഏതെങ്കിലും ഒരു തൊലിവെളുപ്പുള്ളവളെ ഒന്ന് കാണുമ്പോ പൊന്നുമോനെ, വീടിനകത്തിരുന്ന് നിനക്ക് വേണ്ടി കരഞ്ഞു ദുആ ചെയ്യുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ മറന്നു പോകല്ലേ. നാളെ ഈ ഭാര്യയും നിന്റെ മക്കളെയും പിടിച്ചുകൊണ്ട് പടച്ചവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നാ കുന്നാ മിൻ ഖബ്ലി നദൂ ഇന്നഹു ഹുവൽ ബർറുർ റഹീം. പരസ്പരം ദുആ ചെയ്തു. രണ്ടാമതായി അവർ പറയുന്നത്, ഇന്നാ കുന്നാ മിൻ ഖബ്ലി ഫീ അഹ്ലിനാ മുസ്ഫിഖീൻ. ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയണം. അതുകൊണ്ട് പാതിരാത്രിയിൽ ഈ വിഭാഗത്തിന്റെ പാതിരാത്രിയിൽ ഈ സ്വർഗത്തിൽ ഇരിക്കാൻ അവസരം കിട്ടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഞാൻ പറഞ്ഞു തരാ, പൊന്നുമോളെ, നിനക്ക് സ്വർഗം വേണോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണെ, നിനക്ക് സ്വർഗം വേണോ? മഹാനായ റസൂലുള്ളാഹി തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിനകത്തിരിക്കുമ്പോ കുറെ പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. അവര് കടന്നു വന്നിട്ട് പ്രവാചകനോട് അതാ കുടുംബ ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അവസാനം പിരിയുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഇന്ന പെണ്ണിന് സ്വർഗം നിർബന്ധമാണ് ആയിഷ. അല്ലാഹുവേ, പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. വീടിനകത്ത് നിന്ന് സാലിഹത്തായ ആ സഹാബി വനിതകളായ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. അവരിറങ്ങി ഓടുകയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞ പെണ്ണിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് ആ പെണ്ണിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിനക്ക് സ്വർഗമുണ്ടെന്ന്, നീ എന്ത് നല്ല കാര്യമാ ചെയ്യുന്നത്? ആ പെണ്ണ് പറഞ്ഞു, നിസ്കരിക്കാറുണ്ട്, നോമ്പ് പിടിക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, ദിക്റുകൾ പറയാറുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്. ചെന്ന പെണ്ണുങ്ങൾ പറഞ്ഞു, ഞങ്ങളും അത് ചെയ്യാറുണ്ട്, ഞങ്ങളും അത് ചെയ്യാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, ആ പെണ്ണിനോട് ചോദിച്ചു, പ്രത്യേകമായി നീ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, എന്റെ ഭർത്താവ് ഒരു വിറക് വെട്ടുകാരനാ, എന്റെ ഭർത്താവ് ഒരു വിറക് വെട്ടുകാരനാ. അല്ലാഹുവേ, എന്റെ ഭർത്താവ് രാവിലെ ആയുധമെടുത്തുകൊണ്ട് ജോലിക്ക് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ, വീട്ടിന്റെ വെളിയിലേക്ക് സലാം പറഞ്ഞിറങ്ങുമ്പോ ഈ പെണ്ണ് പുറകിൽ ചെല്ലുകയാ. ആ പെണ്ണ് പുറകിൽ ചെന്നിട്ട് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, നിക്കാ, ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, ഇന്ന് പൈസയൊന്നും കിട്ടിയില്ല. വൈകുന്നേര സമയത്ത് വെറും കയ്യോടെ ഈ വീട്ടിലേക്ക് കടന്നു വന്നാലും കുഴപ്പമില്ല. ഞാനും എന്റെ മക്കളും ഇന്ന് പട്ടിണി കിടന്നാൽ, ഈ വീടിനകത്ത് പട്ടിണി കിടന്ന് മരിച്ചാൽ കുഴപ്പമില്ല. ഹറാമിന്റെ ഒരു രൂപ പോലും, ഹറാമിന്റെ ഭക്ഷണം ഈ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ, ഹറാമിന്റെ ഒരു രൂപ പോലും ഈ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുവരല്ലേ എന്ന് രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയാ കഴിയുമോ? പിന്നെ അങ്ങനെ നീ പറഞ്ഞാ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഭർത്താവിനെ വിളിച്ചിട്ട് ഭാര്യ പറയാ, ജോലിയൊന്നും കിട്ടിയില്ല, വൈകുന്നേരം വെറും കൈയോടെ വന്നാലും കുഴപ്പമില്ല, ഞാനും എന്റെ മക്കളും പട്ടിണി കിടന്നോളാം, ഹറാമിന്റെ ഒരു രൂപ പോലും ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ. നമ്മുടെ ഭാര്യ എന്തു പറയും? നമ്മുടെ ഭാര്യ എന്തു പറയും? ആരെ കൊന്നാലും കുഴപ്പമില്ല, പൈസയായിട്ട് കയറി വന്നാൽ മതി. നമ്മുടെ ഭാര്യയാണെങ്കിൽ പറയും, നിങ്ങൾ ലോട്ടറി എടുക്കുകയോ കള്ള് കച്ചവടം നടത്തുകയോ മോട്ടിക്കോ പലിശക്കെടുക്കുകയോ, എനിക്ക് പൈസ മാത്രം മതി. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഭർത്താവിനോട് ഹറാമിന്റെ പൈസ കൊണ്ടുവരല്ലേ എന്ന് പറയുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു അങ്ങനെയുള്ള ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ആമീനൊരു പവർ കുറവ്. അള്ളാഹു നാളെ അവന്റെ സ്വർഗത്തിലും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ, ചെറുപ്പക്കാരൊക്കെ ചിരിക്കണേ. ഈ മൂദേവിയെ ഇവിടെ സഹിക്കണത് തന്നെ പോരാ, ഇനിയിപ്പോ സ്വർഗത്തിലും കൂടെ കൊണ്ടുപോകണം ഉസ്താദ്. അവിടെയെങ്കിലും സമാധാനം കിട്ടുമെന്നാ വിചാരിക്കുന്നല്ലേ? അവിടെയെങ്കിലും സമാധാനം. എന്റെ പൊന്നുമോനെ, ഇതിന്റെ സ്വഭാവമൊക്കെ അള്ളാഹ് മാറ്റിത്തരും. ഒരു യഥാർത്ഥ ഭാര്യയുടെ അടയാളം എന്തെന്നറിയും?
സ്വന്തം നമ്മുടെ ഭാര്യ സാലിഹത്തായ പെണ്ണാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ പറയാം, മക്കള് ഭക്ഷണം കഴിക്കാം. മക്കള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഭക്ഷണം വെറുതെ വേസ്റ്റാക്കി കളയാം മക്കള്. ആ സമയത്ത് യഥാർത്ഥ ഒരു സാലിഹത്തായ പെണ്ണാണെങ്കിൽ അവള് ചെന്നിട്ട് മക്കളോട് പറയും, താഴെ വീണ ഭക്ഷണം മുഴുവനും എടുത്ത് വാരി മക്കളുടെ പാത്രത്തിൽ ഇട്ടുകൊടുത്തിട്ട് പറയും, മോനെ നീ വാരി കളയല്ലേ, നിന്റെ വാപ്പ മണ്ണാർക്കാട് ചന്തയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ 90 കിലോയുള്ള പഞ്ചസാര ചാക്ക് തോളിലെടുത്തിട്ട് കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയതാ, കളയല്ലേ പൊന്നുമോനെ, അള്ളാ നിന്നോട് പൊറുക്കൂല. സ്വന്തം സാലിഹത്തായ ഭാര്യയാണെങ്കിൽ അവള് പറയും, ഭക്ഷണം കഴിച്ചിട്ട് അവള് പകുതി അതിൽ വെച്ച് കളഞ്ഞിട്ട് പോകൂല. 1 രൂപ ആവശ്യമില്ലാതെ ചെലവഴിച്ച അവളുടെ ഹൃദയം വേദനിക്കും. അള്ളാഹു അങ്ങനെയുള്ള ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് വിവാഹ ജീവിതം വളരെ സന്തോഷമാകണം. എപ്പോഴും വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരോട്, പൊന്നുമോനെ നിനക്കൊരു സ്വാലിഹത്തായ ഭാര്യയെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? എല്ലാ ദിവസവും യാസീൻ ഓദിക്കൂ. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സഅദ് സൽമി റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ ഒരു യാസീൻ ഓതണം. നിനക്ക് സാലിഹത്തായ ഭാര്യയെ കിട്ടും, സാലിഹത്തായ ഭർത്താവിനെ കിട്ടും. ആ സഹാബി എങ്ങനെ അല്ലാഹുവേ വിവാഹം കഴിഞ്ഞു പാതിരാത്രിയിൽ തന്റെ മണിയറയിൽ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെട്ട് ആ പെണ്ണിന്റെ മാറിൽ തലവെച്ച് കിടക്കുമ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു, മുസ്ലിമീങ്ങൾ യുദ്ധക്കളത്തിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ തോറ്റുകൊണ്ടിരിക്കുക. മണിയറയിൽ നിന്ന് ചാടി എഴുന്നേറ്റു വസ്ത്രമെടുത്തിട്ടു. അള്ളാഹുവെ പുതുമണവാട്ടി ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച പെണ്ണ് അള്ളാഹുവെ മണിയറയിലിരിക്കുകയാ. ആ സമയത്ത് തന്റെ ഭർത്താവിനെ ഇങ്ങനെ നോക്കി കരയുമ്പോ ഭർത്താവ് ആ പെണ്ണിനെ നോക്കിയിട്ട് പറഞ്ഞു, പെണ്ണെ ഞാൻ തിരിച്ചു വന്നാൽ, ഈ യുദ്ധക്കളത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നാൽ ആദ്യം വരുന്നത് നിന്റെ മുന്നിലേക്കായിരിക്കും. ഇല്ല, ഈ യുദ്ധക്കളത്തിൽ ഞാൻ ഷഹീദായ നാളെ സ്വർഗത്തിൽ പോകുമ്പോ 70 പേരെ എനിക്ക് കൊണ്ടുപോകാൻ ഭാഗ്യം കിട്ടും. ആദ്യം നിന്റെ കയ്യിൽ പിടിച്ച് ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടും വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയിൽ പറഞ്ഞപ്പോ ആ പെണ്ണ് ചാടി എഴുന്നേറ്റ് വാളും പരിചയമെടുത്ത് തന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ചിരിക്കുന്ന മുഖത്തോടെ സലാം പറഞ്ഞു യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞു വിട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളൊരു ഭാര്യ നമുക്ക് വേണം, അങ്ങനെയുള്ളൊരു ഭർത്താവ് നമുക്ക് വേണം. ആ സ്വഹാബിയുടെ പേരിൽ എല്ലാ ദിവസവും യാസീൻ ഓതിയ നിനക്ക് സ്വാലിഹായ ഭാര്യയും ഭർത്താവും കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കെട്ടിയവരുണ്ട്, ഉസ്താദെ ഇവളൊന്ന് നന്നാവാൻ ഇനി എന്താ ചെയ്യാ? കെട്ടിപ്പോയി, ഇനി എന്ത് ചെയ്യാനാ? കെട്ടിപ്പോയി നന്നാവാൻ അവസരമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ഭർത്താവ് നന്നാവണോ? നിന്റെ മക്കള് നന്നാവണോ? പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, എപ്പോഴും ദുആ ചെയ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എപ്പോ വേണമെങ്കിലും ദുആ ചെയ്, അല്ലാഹുവിനോട് പറയണം, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, അല്ലാഹുവേ എന്റെ ഭർത്താവിനെ നീ നന്നാക്കി തരണേ അല്ലാഹ്, എന്റെ ഭാര്യയെ നീ നന്നാക്കി തരണേ അല്ലാഹ്, പടച്ചവനെ എന്റെ മക്കളെ കണ്ണിന് കുളിർമയുള്ള മക്കളാക്കി തരണേ അല്ലാഹ്, എന്റെ മക്കളെയും നന്നാക്കി തരണേ റബ്ബേ. ഭാര്യയും നന്നായി, മക്കളും നന്നായി. 3ാമത് ദുആ ചെയ്യണം, ലിൽ മുത്തഖീന ഇമാമ, അല്ലാഹുവേ മുത്തഖീങ്ങൾക്ക് ഇമാമ നിൽക്കാൻ കഴിവായുള്ള ഒരു മനുഷ്യനായി എന്നെ മാറ്റണേ പടച്ചോൻ. എന്റെ ഭാര്യയും നന്നായി, എന്റെ മക്കളും നന്നായി, ഇനി നന്നാവേണ്ടത് ഞാനാ, എന്നെ കൂടെ നന്നാക്കി തരണേ എന്ന് നീ ദുആ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം